കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ.ഡി. വന്നതിന് തന്നെ പഴിക്കേണ്ടെന്ന് തൃശൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇ.ഡിയുടെ അന്വേഷണം. ഇ.ഡിക്കെതിരായ CPM നീക്കം സ്വന്തം പോസ്റ്റിലേക്ക് ഗോളടിച്ചു കയറ്റുന്ന തുല്യമാണെന്ന് സുരേഷ് ഗോപി പരിഹസിച്ചു. തനിക്കെതിരായ നികുതി വെട്ടിപ്പ് ആരും ആയുധമാക്കേണ്ട, കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം, സുരേഷ് ഗോപി തീർത്ത് പറയുന്നു. അപ്പൊ പിന്നെ മാസപ്പടിയുടെ എന്താണ്, ഇവിടുത്തെ കരുവന്നൂരിന്റെ എന്താണ്, രഹസ്യ അക്കൗണ്ടുകളുടെ എന്താണ്, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. അത് ടാക്കിൾ ചെയ്യാൻ എനിക്കറിയാം, കോടതിക്ക് കൃത്യമായിട്ട് അതിന് നിർവഹണം നടത്താനും അറിയാം. അത് അതിനുവേണ്ടി കാത്തിരുന്നാൽ മതി. അത് വലിയ ആയുധമൊന്നും ആക്കണ്ട, ആയുധമൊക്കെ ചാരമാവും. ഇ.ഡിക്ക് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയ അനുസരിച്ച് നിങ്ങൾ ഇ.ഡി എടുത്ത നടപടികൾ തെറ്റാണെന്ന് പറ. മതസൌഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും ഒന്നും കൂടി ഒരാളും എടുക്കണ്ട. അത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ജനങ്ങൾ അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. അശ്വിൻ പാലാഴി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. പറയൂ, എന്തൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത്? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം LDF-ന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അത് കരുവന്നൂർ അടക്കമുള്ള ഇ.ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയ്ക്കെതിരെയായിരുന്നു. അതിലെ ആദ്യ വാചകം തന്നെ സുരേഷ് ഗോപിക്കെതിരായിരുന്നു. ഈ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നത് സുരേഷ് ഗോപിക്ക് നികുതി വെട്ടിപ്പ് കേസിലുണ്ടായ ജാള്യത മറയ്ക്കാനുള്ള ശ്രമമാണ് ഈ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് എന്നുള്ളതായിരുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ഈ പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തനിക്ക് ഇ.ഡിയുമായി യാതൊരു ബന്ധവുമില്ല, താൻ ഇ.ഡിയെ അറിയില്ല എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട്. ഈ കരുവന്നൂർ അടക്കമുള്ള കേസുകളിൽ ഇ.ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ വരുന്നതിന് തന്നെ പഴിക്കേണ്ട എന്നുകൂടി സുരേഷ് ഗോപി പറയുന്നുണ്ട്. പ്രധാനമായി മാസപ്പടി കേസിൽ ഉൾപ്പെടെ ഇ.ഡി വന്നത് തന്റെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ തന്റെ ഇടപെടൽ കൊണ്ടാണോ എന്നുകൂടി സുരേഷ് ഗോപി പ്രശ്നവുമായി ചേർത്ത് ചോദിക്കുന്നുമുണ്ട്. എന്തായാലും LDF ഇത് പ്രധാന ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. സുരേഷ് ഗോപിക്കെതിരായ ഈ നികുതി വെട്ടിപ്പ് കേസ് പ്രധാന ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. അത് ആരും ആക്കേണ്ട എന്നുകൂടി സുരേഷ് ഗോപി പറയുന്നു. എന്തായാലും നിലവിൽ തൃശൂർ മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായി കരുവന്നൂരും ഒപ്പം സുരേഷ് ഗോപിക്കെതിരായ ഈ നികുതി വെട്ടിപ്പ് കേസുമൊക്കെ ഉയർന്നു വരുന്നതിനിടെയാണ് പ്രധാന പോര് LDF-ഉം ഒപ്പം സുരേഷ് ഗോപിയും നേർക്കുനേറുള്ള പോര് കൂടിയായി ഈ രണ്ട് വിഷയങ്ങളും മാറുന്നു. താങ്ക് യു അശ്വിൻ പാലാഴി.